ചെർണോബിൽ 1986 നടന്ന ചെർണോബിൽ ന്യൂക്ലിയർ ഡിസാസ്റ്ററിനെയും അതിൻ്റെ കോൺസിക്വൻസസിനെയും ആസ്പദമാക്കിയിട്ടുള്ള ഒരു മിനി വെബ് സീരീസ് ആണിത്. ഈ ഒരു സീരീസിൻ്റെ ഒരു കൊച്ചു അനാലിസിസ് നടത്താനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സോ വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച്, ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. 2019 HBO എയർ ചെയ്ത ഹിസ്റ്ററിക്കൽ ഡ്രാമ ജോണറിലുള്ള ചെർണോബിൽ എന്ന ഈ ഒരു സീരീസിൽ മൊത്തം 5 എപ്പിസോഡുകളാണുള്ളത്. ക്രെയ്ഗ് മെസൻ ക്രിയേറ്റ് ചെയ്ത് ജോഹാൻ റെൻക് ഡയറക്റ്റ് ചെയ്ത ഈ ഒരു സീരീസിൻ്റെ സ്റ്റോറി ലൈൻ ബെലറൂസിയൻ നൊബേൽ ലറൈറ്റായ സ്വെറ്റ്ലാന അലക്സിയോവിച്ചിൻ്റെ വോയിസസ് ഫ്രം ചെർണോബിൽ എന്നൊരു ബുക്കിനെ ആസ്പദമാക്കിയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഫിലിമിൽ ഡ്രമാറ്റിസിറ്റി കൊണ്ടുവരാൻ വേണ്ടി ഫിക്ഷൻ്റെ കുറച്ച് എലമെൻറ്റ്സ് കൂടി ചെർണോബിലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സീരീസിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇതിൻ്റെ കാസ്റ്റിംഗ് ആണ്. പ്രൊഫസർ ലെഗാസോവും ബോറിസ് ഷെബ്രീനയുമായി അഭിനയിച്ച ജേഡ് ഹാരിസ് ആൻഡ് സ്റ്റെല്ലൻ സ്കാർസ്ഗാർഡ്, 2 എക്സിംപ്ലറി ആക്ടേഴ്സ്. ഷെർലക് ഹോംസിലെ മൊറിയാർട്ടി എന്ന റോള് ചെയ്ത ജേഡ് ഹാരിസ് ഒരു നാച്ചുറൽ ആക്ടറാണ്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, കെമിസ്ട്രി, ഇതൊക്കെ തന്നെ ഈ ഒരു സീരീസിനെ വേറൊരു ലെവലിലേക്കാണ് എലവേറ്റ് ചെയ്തത്. തുടക്കം മുതൽ തന്നെ ഓഡിയൻസിൽ ഒരു സെൻസ് ഓഫ് പാനിക് ആൻഡ് ഡെസ്പെയർ കൊണ്ടുവരാൻ ഈ സീരീസിന് സാധിച്ചിട്ടുണ്ട്. ഇറ്റ് ബിഗിൻസ് വിത്ത് ദ സൂയിസൈഡ് ഓഫ് വലേറി ലെഗാസോവ്, ചീഫ് ഇൻവെസ്റ്റിഗേറ്റർ ഓഫ് ദ ചെർണോബിൽ ഇൻസിഡൻറ്റ്. 2 വർഷങ്ങൾക്ക് മുൻപുള്ള എക്സ്പ്ലോഡഡ് ആയി നിൽക്കുന്ന ചെർണോബിൽ റിയാക്ടറാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബാക്കിയുള്ള കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ന്യൂക്ലിയർ റിയാക്ടർ എന്താണെന്ന് ഇപ്പോഴും അറിയാത്തവർക്കായി പറയട്ടെ. ലോകരാജ്യങ്ങളെല്ലാം തന്നെ എനർജി പ്രൊഡക്ഷന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നാണ് ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. പലതരം റിയാക്ടേഴ്സുകൾക്കിടയിൽ സോവിയറ്റ് യൂണിയൻ ഉപയോഗിച്ചിരുന്നത് ബോറോൺ കൺട്രോൾ റോഡ്സും ഗ്രാഫൈറ്റ് മോഡറേറ്റേഴ്സുമുള്ള RBMK റിയാക്ടേഴ്സാണ്. ദിസ് വാസ് ദ സെയിം വൺ ദാറ്റ് വാസ് അറ്റ് ചെർണോബിൽ ഓൾസോ. ഫസ്റ്റ് എപ്പിസോഡിൽ അങ്ങും ഇങ്ങുമായി ഒരുപാട് ഭയം, കൺഫ്യൂഷൻസ് ഇവയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ചീഫ് എഞ്ചിനീയർ ഡിയറ്റ്ലോവിൻ്റെ ഇഗ്നറൻസ് കാരണം സിറ്റുവേഷൻ കൂടുതൽ ഡിസാസ്ട്രസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. റെസ്ക്യൂ മിഷന് വേണ്ടി വന്ന ഫയർ ഫൈറ്റേഴ്സിനും പ്ലാന്റിലെ വർക്കേഴ്സിനും ഡെപ്യൂട്ടി ചീഫ് ഓപ്പറേഷണൽ എഞ്ചിനീയർ സിറ്റ്നിക്കോവിനും എന്തിനധികം ഇത്രയും നേരം ഇതെല്ലാം റെഫ്യൂസ് ചെയ്തിരുന്ന ഡിയറ്റ്ലോവിന് വരെ റേഡിയേഷൻ എഫക്റ്റഡ് ആയിട്ട് സിംറ്റംസ് കാണിച്ചു തുടങ്ങുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ഇതിനിടയിൽ ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഇത്രയും വലിയൊരു ഡിസാസ്റ്ററിനെ ജനങ്ങളിൽ നിന്നും മറച്ചു വെക്കാനുള്ള ഒരു ക്രുക്കറ്റ് പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസിൻ്റെ റെഫറൻസ് കൂടി റൈറ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഓരോ എപ്പിസോഡും വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് നരേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സെക്കൻഡ് എപ്പിസോഡ് ഈസ് ഓൾ അബൌട്ട് ദ സിവിയറിറ്റി ഓഫ് ദ സിറ്റുവേഷൻ. എക്സ്പ്ലോഷൻ നടന്നിട്ട് ഇപ്പോൾ ഏകദേശം 7 മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. 400 മൈൽ അകലെയുള്ള മിൻസ്കിലെ ഉലാന കോമിക് എന്നൊരു ഫിസിസിസ്റ്റ് അറ്റ്മോസ്ഫിയറിൽ റേഡിയേഷൻ ലെവലിൻ്റെ ഒരു ഇൻക്രീസ് നോട്ടീസ് ചെയ്യുകയും ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വഴി ഇത് ചെർണോബിലിൽ നിന്നാണെന്ന് ഡെഡ്യൂസ് ചെയ്യുകയും ചെർണോബിലിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുന്നു. പാരലലായി ഗോർബച്ചേവിൻ്റെ നേതൃത്വത്തിൽ ടെക്നിക്കൽ അഡ്വൈസറായി അപ്പോയിൻറ്റഡ് ആയ ലെഗാസോവും ബോറിസ് ഷെബ്രീനയും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ മീറ്റിംഗും നടക്കുന്നുണ്ട്. ഗോർബച്ചേവ് തൻ്റെ രാജ്യത്തെക്കുറിച്ചും അതിൻ്റെ വെൽഫെയറിനെ കുറിച്ചും എത്രത്തോളം കൺസേൺഡ് ആണെന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു സീനിൽ പോർട്രേ ചെയ്തിട്ടുള്ളത്. സിറ്റുവേഷൻ വളരെ ഗ്രേവ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഗോർബച്ചേവിൻ്റെ നിർദ്ദേശത്തിൽ ബോറിസും ലെഗാസോവും ചെർണോബിലേക്ക് തിരിക്കുകയും മിലിറ്ററിയുടെ ഹെൽപ്പ് സീക്ക് ചെയ്തുകൊണ്ട് റേഡിയേഷൻ ഡാമേജിനെതിരെ ഒരു പ്രൈമറി ആക്ഷൻ എന്ന നിലയ്ക്ക് ബോറോണും സാൻഡും റിയാക്ഷൻ കോറിലേക്ക് എയർ ഡ്രോപ്പ് ചെയ്യുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഇത്രയും ക്രിട്ടിക്കലായിട്ടൊരു ഇൻഫർമേഷൻ പബ്ലിക്കിൽ നിന്നും ഹൈഡ് ചെയ്യാൻ ഗവൺമെൻറ് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. സിറ്റി ഐസൊലേറ്റ് ചെയ്ത് ഷട്ട് ഡൗൺ ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. ഫൈനലി ഈ ന്യൂസ് ലീക്ക് ആവുകയും ഇവാക്വേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അഗെയിൻ ആൻ ആഫ്റ്റർമാത്ത് ഓഫ് ഗവൺമെൻറ് മാനിപ്പുലേഷൻ. തെർമൽ എക്സ്പ്ലോഷൻ കാരണം ഉണ്ടായേക്കാവുന്ന ഫർദർ ഡാമേജസ് തടയാൻ വേണ്ടി കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള റിയാക്ടർ ടാങ്ക്സ് ഡ്രെയിൻ ചെയ്യുക മാത്രമാണ് ഒരു വഴിയെന്ന് കോമിക് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ലീതലാണെന്ന് അറിഞ്ഞിട്ട് കൂടി തൻ്റെ പ്രിയപ്പെട്ടവരുടെ സുരക്ഷയ്ക്കായി അനനെൻകോ, ബെസ്പലോവ്, ബെറാനോവ് എന്നീ 3 ഡൈവേഴ്സ് ടാങ്ക് ഡ്രെയിനിങ്ങിന് വേണ്ടി സ്വയം വോളണ്ടിയർ ചെയ്യുകയാണ്. ഇത്രയും ദുരന്തങ്ങൾക്കിടയിലും ദൃശ്യമാവുന്ന ദാറ്റ് ആക്ട് ഓഫ് ഹ്യൂമാനിറ്റി ഇസ് റിയലി ഹാർട്ട് ടച്ചിങ്. ഏതൊരു ഡിസാസ്റ്ററിനും അതിൻ്റേതായിട്ടുള്ള ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടായിരിക്കും. ഇത് തന്നെയാണ് എപ്പിസോഡ് 3യുടെ ഉള്ളടക്കവും. ഓൾറെഡി റിയാക്ടർ ടാങ്ക്സ് എല്ലാം തന്നെ ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ന്യൂക്ലിയർ മെൽറ്റ് ഡൗൺ സ്റ്റാർട്ട് ചെയ്തതിനാൽ ഗ്രൗണ്ട് വാട്ടറിലേക്ക് ലീക്കേജ് വരാനുള്ള സാധ്യത ഉള്ളതിനാലും ലെഗാസോവും ഷെബ്രീനയും കൂടി പൂള കോൾ മൈനേഴ്സിൻ്റെ ഹെൽപ്പ് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഇവർ റിയാക്ടർ 4ന് കീഴെ ഒരു ടണൽ ബിൽഡ് ചെയ്ത് ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിനുള്ള കൺസ്ട്രക്ഷൻ തുടങ്ങുന്നു. ഇതിനിടയിൽ ലെഗാസോവിൻ്റെ നിർദ്ദേശപ്രകാരം ഉലാന കോമ്യൂട്ട് ചെർണോബിൽ ഡിസാസ്റ്ററിന് പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ അറിയാനായിട്ട് മോസ്കോയിൽ അഡ്മിറ്റഡ് ആയിട്ടുള്ള ARS പേഷ്യൻസിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നുണ്ട്. അക്കീമോവ്, ടോപ്റ്റനോവ്, ഡിയറ്റ്ലോവ് ഇവർ 3 പേരുമാണ് ആ ARS പേഷ്യൻസ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഡിയറ്റ്ലോവ് വാസ് നോട്ട് കോപ്പറേറ്റഡ് ടു ദിസ്. അതേസമയം ടോപ്റ്റനോവിൻ്റെയും അക്കീമോവിൻ്റെയും കോൺവെർസേഷനിൽ നിന്നാണ് അക്കീമോവ് AZ5 എമർജൻസി ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷമാണ് റിയാക്ടർ കോർ എക്സ്പ്ലോഡ് ചെയ്തത് എന്ന വൈറ്റൽ ഇൻഫർമേഷൻ
കോമിക്കിന് ലഭിക്കുന്നത്. ഈ ഒരു സീരീസിൻ്റെ വിഷ്വൽസിലൂടെ അവിടുത്തെ ജനത അനുഭവിച്ച ഭയവും വേദനയും സങ്കടങ്ങളും എല്ലാം തന്നെ ഡയറക്ടർ ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. സ്കിന്ന് ഡാമേജ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന വിക്ടിംസിൻ്റെ മേക്കപ്പ്, അവരുടെ കോൺവെർസേഷൻസ്, അവരുടെ റിലേറ്റീവ്സിൻ്റെ പെയിൻ, ഇതെല്ലാം തന്നെ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള വേയിൽ തന്നെ നമ്മളിലേക്ക് ഡെലിവർ ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ 4th എപ്പിസോഡൊക്കെ ആകുമ്പോഴേക്കും കഥ അതിൻ്റെ ഏറ്റവും പീക്ക് പോയിന്റ്സിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്സ്ക്ലൂഷൻ സോണുകളിൽ ഇവാക്വേഷനും ഡീകണ്ടാമിനേഷൻ പ്രോസസ്സുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ അബാൻഡൻഡ് ആയിട്ടുള്ള ആനിമൽസിനെ ഡിസ്പോസ് ചെയ്യുന്ന വാർ വെറ്ററൻ ബാച്ചോ തൻ്റെ കൂടെയുള്ള വ്യക്തിയോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഇഫ് യു ലെറ്റ് ദാറ്റ് ആനിമൽ സഫർ ഐ വിൽ കിൽ യു. മനുഷ്യരുടെ ഹെൽപ്ലെസ്നെസ്സും കൈൻഡ്നെസ്സും ഒക്കെ ഈ ഒരൊറ്റ ഡയലോഗിൽ റൈറ്റർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും എഫേർട്സിന് ശേഷവും ഒരുപാട് കാര്യങ്ങൾ പിന്നീടും ചെർണോബിലിൽ ക്ലിയർ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. റിയാക്ടർ 4നെ റേഡിയേഷൻ്റെ ലെവലിനെ ബേസ് ചെയ്തുകൊണ്ട് 3 ഭാഗങ്ങളായിട്ട് തരംതിരിക്കുകയും ഏറ്റവും റേഡിയേഷൻ കുറഞ്ഞ 2 ഭാഗങ്ങളിലെ ഗ്രാഫൈറ്റ് ഡെബ്രീസ് മിലിറ്ററിയുടെ സഹായത്തോടു കൂടി ലൂണോകോട്ട് പ്രോഗ്രാം റോവേഴ്സ് ഉപയോഗിച്ച് നീക്കം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും ഹൈ ലെവൽ ഓഫ് റേഡിയേഷനുള്ള ഏരിയയിലേക്ക് വെസ്റ്റ് ജർമ്മൻ റോബോട്ടായ ജോക്കറിനെ ഡിപ്ലോയ് ചെയ്തെങ്കിലും ദാറ്റ് പ്ലാൻ വാസ് എ ബിഗ് ഫെയിലിയർ. അങ്ങനെയാണ് മാനുവൽ റിമൂവൽ ഓഫ് ഡെബ്രിസ് എന്നൊരു ഡിസിഷനിലേക്ക് ലെഗാസോവും ഷെബ്രീനെയും എത്തുകയും അതിനായി റിയാക്ടറിലേക്ക് വോളണ്ടിയേഴ്സിനെ കൊണ്ടുവരികയും ചെയ്യുന്നത്. 90 സെക്കൻഡ്സ് വാസ് ദ ലിമിറ്റ് ഗിവൺ ടു ഈച്ച് വോളണ്ടിയർ. പക്ഷേ നമ്മൾ കാണുന്നവർക്ക് ദാറ്റ് 90 സെക്കൻഡ്സ് വാസ് ലോങ്ങർ ദാൻ ആൻ അവർ. അറ്റ് ദ സെയിം ടൈം കോമിക് വാസ് സ്റ്റിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ സ്റ്റേറ്റ് ആർക്കൈവ്സ്. അങ്ങനെ ഒരിക്കൽ കൂടി മോസ്കോയിലുള്ള ഡിയറ്റ്ലോവിനെ കോമിക് ഇന്റർവ്യൂ ചെയ്യുന്നു. ടുവേർഡ്സ് ദി എൻഡ് ഓഫ് എപ്പിസോഡ് 4, ബോറിസ്, കോമിക് ആൻഡ് ലെഗാസോവ് ഇസ് ഹാവിംഗ് എ കോൺവെർസേഷൻ. ബ്രൂഖാനോവ്, ഫോമൻ, ഡിയറ്റ്ലോവ് ഇവർ 3 പേർക്കും എതിരെയുള്ള ട്രയലിൽ ബോറിസും കോമിക്കും ലെഗാസോവും നടത്തേണ്ട ടെസ്റ്റിമോണിയെക്കുറിച്ചാണ് ഇവരുടെ സംസാര വിഷയം. കോൺവെർസേഷനിടയിൽ 1975 ചെർണോബിൽ ദുരന്തത്തിന് സമാനമായി ലെനിൻഗ്രാഡ് ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ നടന്ന ഒരു ഇൻസിഡന്റിനെ കുറിച്ചും അത് സ്റ്റേറ്റ് അടിച്ചമർത്താൻ ശ്രമിച്ചതിനെക്കുറിച്ചും കോമിക്ക് പോയിന്റ് ഔട്ട് ചെയ്യുന്നു. AZ-5 എമർജൻസി ബട്ടന്റെ പെർഫോമൻസ് ഫ്ലോ ആണ് 2 ദുരന്തത്തിനും കാരണമെങ്കിലും ഗവൺമെന്റ് നടത്തിയ ഈ ഒരു മൂടിവെക്കലാണ് 2 ദുരന്തത്തിനും ഒരു ട്രിഗറായി മാറിയതെന്ന് റിവീൽ ചെയ്യപ്പെടുകയാണ് ഈ ഒരു മൊമെന്റിൽ. തന്റെ രാജ്യത്തിന്റെ പവർ സോഴ്സസ് ഫ്ലോലെസ് ആണെന്ന് കാണിക്കാനുള്ള ഗവൺമെന്റിന്റെ ഈ ഒരു പ്രവൃത്തിയുടെ പരിണിത ഫലം തീർത്തും ഭയാനകമായിരുന്നു എന്നതാണ് സത്യം. ഈ ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് തനിക്ക് ക്ഷണം ലഭിച്ചിട്ടുള്ള വിയന്നയിലെ IAEE മീറ്റിംഗിൽ ലെഗാസോവ് വെളിപ്പെടുത്തണമെന്ന് കോമിക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഹി ഗിവ്സ് എ ഫാൾസ് ടെസ്റ്റിമോണി ഇൻ വിയന്ന. 5th എപ്പിസോഡ് ഇസ് ആക്ച്വലി എ ബ്രില്യൻറ്റ് ഫ്ലാഷ് ബാക്ക് ടു ദ ഇവന്റ്സ് ഓഫ് ചെർണോബിൽ ഡിസാസ്റ്റർ. ട്രയലിൽ തൻ്റെ ടെസ്റ്റിമോണിയിൽ ലെഗാസോവ് പറയുന്നുണ്ട് താൻ വിയന്നയിൽ കള്ളം പറഞ്ഞതാണെന്നും എന്താണ് ശരിക്കുമുള്ള യാഥാർത്ഥ്യമെന്ന് തുറന്ന് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ടെസ്റ്റിമോണിക്കിടയിൽ ലെഗാസോവ് പറയുന്നൊരു സെൻറ്റൻസ് റിയലി ഇൻട്രസ്റ്റിംഗ് ആണ്. എവ്രി ലൈ വി ടെൽ ഇൻകേഴ്സ് എ ഡെപ്റ്റ് ടു ദ ട്രൂത്ത്. സൂണർ ഓർ ലേറ്റർ ദ ഡെപ്റ്റ് ഇസ് പെയ്ഡ്. തീർത്തും ജസ്റ്റിഫയബിൾ ആണ് ഈ ഒരു ഡയലോഗ്. കാരണം ഒരു ചെറിയ നുണയാണ് ഈ ഒരു ദുരന്തത്തിന് കാരണമായി മാറിയത്. ലോകം തന്നെ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന്. ഈ ഒരു സംഭവം കൊണ്ട് പലതും നഷ്ടപ്പെട്ട ഒരു കൂട്ടം മനുഷ്യർ ഇന്നും ഇതിൻ്റെ അവശേഷിപ്പുകൾ പേറി ജീവിക്കുന്ന പ്രിപ്യറ്റ് പ്രദേശം, ജീവഹാനികൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനുഷ്യരാശിക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഈ ഒരു ചെർണോബിൽ ദുരന്തം. ഗവൺമെൻറ് തൻ്റെ രാജ്യത്തെ ജനങ്ങളോട് എങ്ങനെ ആയിരിക്കണമെന്നും ഇത്തരമൊരു കാര്യം രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു ഉത്തമ ഉദാഹരണം. റിയാലിറ്റിയോട് ഇത്രയും അടുത്ത് നിൽക്കുന്ന ഈ ഒരു സീരീസ് അതേ ഇൻറ്റൻസിറ്റിയിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളതും ഡയറക്റ്റ് ചെയ്തിട്ടുള്ളതും. ഏതൊരു സീരീസ് ലവറും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മസ്റ്റ് വാച്ച് സീരീസ് തന്നെയാണ് ചെർണോബിൽ. ഹോപ്പ് യു ഗൈസ് വിൽ ലൈക്ക് ഇറ്റ്. Thank you so much and stay tuned for my next vlog.